രാവിലെ ആദ്യം ഉണർന്നത് റാമായിരുന്നു. ഒരു നിമിഷം അവൻ തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രിയയെ ഒന്ന് നോക്കി. എന്തോ അവനിലൊരു സന്തോഷം നിറയുന്നത് അവൻ അറിഞ്ഞു. പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ട് കിടക്കുന്ന പ്രിയയെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നെ അവളുടെ നെറ്റിയിൽ സ്നേഹത്താൽ ചാലിച്ചൊരു ചുംബനം കൊടുത്ത് അവൻ എണീറ്റു. അവൻ പെട്ടെന്ന് പോയി വാഷ് ചെയ്തു വന്നു. തിരിച്ചു വരുമ്പോഴും അവൾ അതേ ഉറക്കമാണ്. ജോഗിങ്ങിന് പോകേണ്ട ഡ്രസ്സ് ഇട്ടു. പ്രിയയെ ഒന്ന് നോക്കി താഴേക്കിറങ്ങി. ഹാളിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നേരം വെളുക്കുന്നതേയുള്ളൂ. കിളികളുടെയും കോഴിയുടെയും ശബ്ദവുമൊക്കെ ആസ്വദിച്ചവൻ കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. റാം തിരിച്ചു വന്നപ്പോഴും പ്രിയ എഴുന്നേറ്റില്ല. അവൻ പ്രിയയെ ഒന്ന് നോക്കി അവൻ്റെ ജിം റൂമിലേക്ക് പോയി. അവിടെ കുറച്ച് സമയം വർക്കൗട്ട് ചെയ്തു. പ്രിയ ആണെങ്കിൽ ആ സമയം സുന്ദരമായ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നിരുന്നു. അവൾ ആദ്യം ചുറ്റും ഒന്ന് നോക്കി. ഒരു നിമിഷം താൻ എവിടെയാണ് എന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെയാണ് അവൾ ഞെട്ടിയുണർന്നത്. എവിടെയാ കിടക്കുന്നത് എന്ന് പോലും അവൾക്ക് ഓർമ്മ കിട്ടിയില്ല. കുറച്ചു സമയം അങ്ങനെയിരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി എല്ലാം തുറന്നു വെച്ചു. ശുദ്ധമായ വായു ഒന്ന് ശ്വസിച്ചു. അപ്പോഴാണ് അവൾക്ക് റാമിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ അവനെ ഒന്ന് നോക്കിയെങ്കിലും അവളുടെ റൂമിലും ബാൽക്കണിയിലും ഇല്ല എന്ന് മനസ്സിലായതും പിന്നെ അവനെ തിരയാൻ നിൽക്കാതെ ഷെൽഫ് തുറന്ന് അവൾക്കിടാനുള്ള ഡ്രസ്സ് നോക്കി. സാരി മാത്രമുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ എന്ന ഓർമ്മയിൽ റാമിനോടുള്ള ദേഷ്യത്തിൽ പല്ല് ഞെരിച്ച് തീർത്തുകൊണ്ട് അവൾ ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി. റൂമിൽ വന്നിട്ട് സാരി ചുറ്റാം, ബാത്റൂമിലേക്ക് കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ, അതുമോർത്ത് ഫ്രഷ് ആവാനായി കയറി. ഇതേ സമയം റാം അവൻ്റെ ജിം സെക്ഷൻ എല്ലാം കഴിഞ്ഞ് മറ്റേ റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോൾ പ്രിയ റൂമിലില്ല. അവൻ വേഗം ഒരു ടീഷർട്ടും ഷോർട്ട്സും എടുത്തിട്ടു. അപ്പോഴുണ്ട് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട്. അപ്പോഴാണ് പ്രിയ കുളിക്കുകയായിരിക്കുമെന്ന് റാമിന് മനസ്സിലായത്. അവനൊരു പുഞ്ചിരിയോടെ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി. അവൻ്റെ മനസ്സിൽ പ്രിയയുമൊത്തുള്ള സുന്ദരമായ നിമിഷങ്ങളായിരുന്നു ആ സമയം. നേരെ അവൾ അടുക്കളയിലേക്കാണ് പോയിരുന്നത്. അവിടെ ചെന്ന് 2 കോഫിക്കുള്ളത് വെച്ചു. അവൻ്റെ മനസ്സിലപ്പോൾ തൻ്റെ മാറ്റത്തെക്കുറിച്ചായിരുന്നു. കാരണം ഇതുവരെ അടുക്കളയിലേക്കൊന്ന് വന്ന് നോക്കിയിട്ട് പോലുമില്ല. എല്ലാം റെഡിയാക്കി പ്രസാദ് കൊണ്ട് തരാറാണ് പതിവ്. പ്രസാദ് ലീവുള്ള ദിവസം വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാതെ പുറത്തുനിന്ന് കഴിക്കാറാണ് പതിവ്. പ്രസാദിനെ ഓർത്തപ്പോൾ അവൻ പല്ല് ഞെരിച്ചു. എന്നാൽ ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ ഞാൻ ഒരുപാട് മാറി. അത് എന്തുകൊണ്ടാവും? അവളെ എനിക്ക് അത്രയും ഇഷ്ടമായത് കൊണ്ടാവുമോ? അവളെ ഞാൻ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ എന്താ കാരണം? അതും ഓർത്തവൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അവളിൽ ഞാൻ ചില സമയം എൻ്റെ അമ്മയെ കാണുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ കുഞ്ഞു പെങ്ങളെ എനിക്ക് അവളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സമയത്ത് എന്നെ വഴക്ക് പറയുന്ന ഒരച്ഛനായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഇതൊക്കെ എൻ്റെ തോന്നൽ മാത്രമാണോ? അതോ എൻ്റെ വിഷമം കൊണ്ട് ഈശ്വരനായി അവളെ എൻ്റെ മുന്നിൽ എത്തിച്ചതാണോ? അറിയില്ല. ചിലപ്പോൾ ശരിയാവാം. കാരണം എൻ്റെ കുടുംബത്തെ ഓർത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ വിഷമിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്ന ദിവസം ഇവളെ പലപ്പോഴായി സ്വപ്നം കണ്ടിട്ടുണ്ട്. അതും കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സ്വപ്നമായിരിക്കും അത്. സ്വപ്നത്തിൽ അവളെ ഞാൻ കണ്ടതുകൊണ്ടായിരിക്കും അവളെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ വന്നത്. പുഞ്ചിരിയാലെ റാം ഓർത്തുപോയി. പെട്ടെന്നാണ് പാല് തിളച്ചു മറിഞ്ഞത് അവൻ കണ്ടത്. അവൻ കോഫിയൊക്കെ ഇട്ട് ഷുഗറും ഇട്ട് 2 കപ്പിൽ പകർത്തി അവൾക്കുള്ളതും അവൻക്കുള്ളതും ഓരോ കയ്യിലെടുത്തു. അവൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്ത് കയറിയതും കണ്ടത് ബാത്ത് ടവൽ മാത്രം ചുറ്റി തിരിഞ്ഞു നിന്ന് ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുക്കുന്ന പ്രിയയെയാണ്. റാം വന്നത് പാവം കൊച്ചറിഞ്ഞിട്ടില്ല. അവൻ പതിയെ വന്ന് കപ്പ് അവിടെ വെച്ച് അവളുടെ പുറകിൽ വന്ന് പിൻകഴുത്തിൽ അമർത്തി മുത്തി. പ്രിയ അവൻ്റെ സ്പർശനത്തിൽ ഒന്ന് ഞെട്ടി. അവളുടെ കയ്യിൽ നിന്നും സാരി ഊർന്ന് നിലത്തേക്ക് വീണിരുന്നു. അവളിൽ ഒരു വിറയൽ സംഭവിച്ചു. റാം അവളുടെ അനാവൃതമായ പുറംകഴുത്തിലെ വെള്ളത്തുള്ളികൾ നുണഞ്ഞെടുത്തു. പ്രിയയുടെ കൈ ടവലിൽ മുറുകി. അവൻ്റെ ഓരോ ചുംബനവും അവളെന്ന പെണ്ണിനെ തളർത്തുന്നുണ്ടായിരുന്നു. റാമിനാണെങ്കിൽ ആ നിമിഷം വല്ലാത്തൊരു അനുഭൂതിയാണ് നിറച്ചത്. കാരണം അവളെ ഇങ്ങനെ നഗ്നമായി ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് അവനുണ്ടായിരുന്നു. മാറിന് മുകളിൽ വരെയും മുട്ടിന് മുകളിൽ വരെയും മാത്രമേ ടവലുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ നഗ്നമാണ്. അവളുടെ വെളുത്ത കൊലുന്നിനെ പോലുള്ള മേനി കാണുമ്പോൾ അവൻക്ക് മറ്റെന്തോ വികാരം അവനിൽ മുളപൊട്ടി. റാമിൻ്റെ കൈ ആ നിമിഷം മുമ്പിലേക്ക് വന്ന് അവളുടെ മാറിലൊന്ന് അമർന്നു. ഇന്നേഴ്സൊന്നും ഇടാത്തത് കൊണ്ട് അവളുടെ മാറിൻ്റെ മൃദുലത അവൻ്റെ വികാരങ്ങളെ കൂട്ടി. ശ്രീ, അവൾ അറിയാതെ അവൻ്റെ പേര് വിളിച്ചൊന്ന് മൂളി. അവളുടെ ശീൽക്കാരമായ ശബ്ദം
അവൻ്റെ എല്ലാ കെട്ടും പൊട്ടിക്കാൻ കഴിവുണ്ടായിരുന്നു. റാം ഒന്നുകൂടെ അവിടെ പിടിച്ച് മാറിനെ ഒന്ന് ഞെരിച്ചു. പ്രിയ ഒന്ന് പുളഞ്ഞു പോയിരുന്നു ആ നിമിഷം. അവൻ്റെ ചുണ്ടുകൾ അവളുടെ സുന്ദരമായ ചെവിയെ വായിലാക്കി നുണഞ്ഞു. ശ്രീ, വേണ്ട. പ്രിയ അവളിൽ ഉയരുന്ന വികാരത്തെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ, പ്ലീസ്, എന്നെ തടയരുത്. റാം അവളുടെ ചെവിയിൽ അത്രയും ആർദ്രമായി പറഞ്ഞു. എന്നിട്ട് അവളെ തിരിച്ചു നിർത്തി. പ്രിയക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആ നിമിഷം മടി തോന്നി. വെറും വാർത്തവലുള്ളൂ എന്നത് അവളിൽ നാണമുണർത്തി. റാം അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി. എന്നാൽ പ്രിയ അപ്പോഴും കണ്ണുകൾ മുറുക്കെ അടച്ചാണ് നിൽക്കുന്നത്. അത് കണ്ട് റാമിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതിയെ അവളുടെ ഇരു കണ്ണിനെയും ചുംബിച്ചു. എന്നിട്ടും അവൾ കണ്ണു തുറന്നില്ല. അത് മനസ്സിലാക്കിയ റാം അവളുടെ ഇരു കണ്ണിലേക്ക് മൂതി. ശിവ, നീ കണ്ണു തുറക്ക്. എൻ്റെ ചുംബനങ്ങൾ നീ ഏറ്റുവാങ്ങുമ്പോൾ നീ കണ്ണു തുറന്നിരിക്കണം. നിന്റെ കണ്ണിൽ എനിക്ക് അത് കാണണം. നിന്നിൽ വിരിയുന്ന പ്രണയം, വികാരം, കാമം എല്ലാം എനിക്ക് നിന്റെ കണ്ണിലൂടെ ആസ്വദിക്കണം ശിവ. റാം അവളുടെ ചെവിയെ ഒന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രിയയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് റാമിന് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും അവൾ കണ്ണു തുറന്നില്ല. അത് റാമിന് ദേഷ്യം വരാൻ കാരണമായി. ശിവ, നീ കണ്ണു തുറക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ ടവലിങ് വലിച്ചെറിയുവേ. അവളെ നോക്കി കള്ളച്ചിരിയോടെ റാം പറഞ്ഞതും അത് കേട്ട് പ്രിയ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. അങ്ങനെ വഴിക്കുവാ എൻ്റെ പൊണ്ടാട്ടി. പ്രിയയെ അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് റാം പറഞ്ഞു. അവളുടെ ഇരുമാറുകളും അവൻ്റെ നെഞ്ചിൽ നെരിഞ്ഞമർന്ന് അത് അവളിലും അവനിലും ഒരു പുതിയ അനുഭൂതി നിറച്ചു. ശിവ, നിന്നെ മൊത്തമായിട്ടും ഞാനിപ്പോൾ എടുക്കില്ല. പക്ഷേ നിന്നെ ഈ കോലത്തിൽ കണ്ടിട്ട് നിന്നെ അങ്ങ് കടിച്ചു തിന്നാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് എടുക്കുവാണ്. എൻ്റെ ഭാര്യ, എന്നോടൊന്ന് ക്ഷമിക്കണേ. ഒരു ചിരിയോടെ പറയുന്ന റാമിനെ അവൾ മിഴിച്ചു നോക്കി. പിന്നെ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ പറഞ്ഞു. ശ്രീ, പ്ലീസ്, ഞാൻ ഡ്രസ്സ് ഇടട്ടെ. എന്നെ വിട്. വിക്കി വിക്കി അവൾ അവനോട് പറഞ്ഞൊപ്പിച്ചു. എന്താടി വൈഫി, നീ ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലോ. ഞാനൊന്ന് റൊമാൻറ്റിക്കായ അത് നീ സമ്മതിക്കുന്നുമില്ല. ഇത് ശരിയാവില്ല. ഞാൻ എടുക്കുക തന്നെ ചെയ്യും. നിന്റെ സോഫ്റ്റ് ശരീരം എന്നെ മത്ത് പിടിപ്പിക്കുന്നു പെണ്ണേ. നിന്റെ ഈ മാറിൻ്റെ മൃദുലത എന്നെ വേറെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടി? അത് പറഞ്ഞ് റാം അവളെ കുറച്ചുകൂടെ അടുപ്പിച്ചു നിർത്തി. അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. പ്രിയ ഒരു നിമിഷം ഒന്നും ചെയ്യാൻ കഴിയാതെ തരിച്ചുപോയി. കാരണം അവൻ്റെ ചുംബനത്തിൽ അവളും ലയിച്ചു പോകുന്നുണ്ട്. ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. റാം അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു. അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ ബാത്ത് ടവൽ പിടുത്തമിട്ടു. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ വിറയൽ നിറച്ചിരുന്നു. അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് റാം സമ്മതിച്ചില്ല. അവൻ അവളുടെ അധരങ്ങളിൽ നിന്ന് പിന്മാറി. അത് പ്രിയയിൽ ആശ്വാസം നിറച്ചുവെങ്കിലും തൊട്ടടുത്ത നിമിഷം ആ ആശ്വാസം തകരുന്ന പ്രവൃത്തിയായിരുന്നു അവരിൽ നിന്നുണ്ടായത്. റാം അവളെ ഇരുകൈയിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ആ നിമിഷം തന്നെ പ്രിയ എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സമ്മതിക്കാതെ റാം അവളിലേക്ക് അമർന്നിരുന്നു. ശ്രീ, പ്രിയ അറിയാതെ ആ നിമിഷം വിളിച്ചുപോയി. ശിവ, നിന്റെ മാറിനെ എനിക്കൊന്ന് നുണയാൻ തോന്നുന്നു. അതിൻ്റെ മൃദുലത അവിടേക്ക് എന്നെ കൊത്തി വലിക്കുവാണ്. ശിവ, പ്ലീസ്, എന്നെ തടയരുത്. അത് നിനക്ക് നല്ലതിനല്ല. കാരണം അങ്ങനെയാണ് നിന്റെ ഡ്രസ്സിപ്പോൾ. അതും പറഞ്ഞ് റാം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. അവളുടെ തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പിനെ അവൻ പതിയെ കടിച്ചു നുണഞ്ഞു. ആ സമയം അവളിൽ നിന്നൊരു മൂളൽ പുറത്തേക്ക് വന്നു. ആ മൂളൽ അവനിൽ ആവേശമാണ് നിറച്ചത്. അവൻ തൊണ്ടക്കുഴിയിൽ ഒന്ന് നുണഞ്ഞ് അവിടെയുള്ള എല്ലിൽ അവനൊന്ന് കടിച്ചു. പ്രിയയുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. റാം കഴുത്തിൽ നിന്നും താഴേക്ക് അവൻ്റെ ചുണ്ടുകൾ സഞ്ചാരപാത തീർത്തു. അപ്പോഴേക്കും അവൻ്റെ കൈ ടവലിൽ പിടുത്തമിട്ടു. ആ നിമിഷം തന്നെ പ്രിയയും പിടിച്ചിരുന്നു. റാം വശ്യമായ ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി. പ്രിയ ആണെങ്കിൽ ദയനീയമായാണ് അവനെ നോക്കുന്നത്. ശ്രീ, പ്ലീസ്, വേണ്ട. ശിവ, നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ തടയരുത് എന്ന്. എനിക്കിന്ന് അവിടെ നേരിട്ട് കാണണം, ഒരു മറയുമില്ലാതെ. പ്ലീസ്, എന്നെ തടയണ്ട. ഞാൻ അതിന് നിൽക്കില്ല. പിന്നെ പ്രിയ ഒന്നും പറഞ്ഞില്ല. ആ നിമിഷം തന്നെ റാം അവളുടെ ടവൽ മാറിൽ നിന്ന് മാറ്റിയിരുന്നു. അവളുടെ വെളുത്ത് തുടുത്തു നിൽക്കുന്ന മാറ് അവൻ്റെ മുന്നിൽ അനാവൃതമായി. പ്രിയയുടെ ശരീരം നാണത്താൽ ചുവന്നു തുടുത്തിട്ടുണ്ട്. മുഖമെല്ലാം ചുവപ്പ് രാശി പടർന്നിട്ടുണ്ട്. അവൾ കണ്ണടച്ച് കിടക്കുവാണ്. അവൻ്റെ മുന്നിൽ താൻ നഗ്നയാണ് എന്നത് അവളിൽ നാണം വിരിഞ്ഞു. അവൾ പൂത്തുലഞ്ഞ് കിടക്കുന്നത് റാം കൊതിയോടെ ഒന്ന് നോക്കി നിന്നു. അവൾ നാണം കൊണ്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാരണം മാറിടങ്ങൾ തുടുത്തു നിൽക്കുന്നുണ്ട്. റാം ഒരുപാട് സന്തോഷത്തോടെ അവളേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ആ നിമിഷം തന്നെ അവൾ ബെഡിൽ നിന്നും ഒന്ന് ഉയർന്നു പൊങ്ങി.
രണ്ടുപേരും ആദ്യമായി അനുഭവിക്കുന്ന ഒരു സുഖമായതിനാൽ രണ്ടുപേരുടെയും ശരീരം വിയർത്തിരുന്നു. എത്ര നുണഞ്ഞിട്ടും റാമിന് മതിയായില്ല. അവൻ്റെ ഇടത്തേക്കായി അവളുടെ ഒരു മാറിനെ ഞെരിച്ചുടച്ചു. ശ്രീ. റാമിൻ്റെ ലാളനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവൾ വിളിച്ചുപോയി. അവനതിനൊന്ന് മൂളി. റാം അവിടെ നിന്നും താഴേക്ക് ഇറങ്ങുന്നതറിഞ്ഞ പ്രിയ അവനെ തള്ളി മാറ്റി ടവൽ പിടിച്ച് ബെഡിൽ നിന്നും എണീറ്റ് ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. അവളുടെ ആ പ്രവൃത്തി അവൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവൻ അവളുടെ തള്ളലിൽ ഒരു സൈഡിലേക്ക് മറിയുകയും ചെയ്തു. റാമിന് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ ബെഡിൽ നിന്നും എണീറ്റു. ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോയി. ഡി ഭാര്യയെ, നീ ചെയ്തത് തീരെ ശരിയായില്ല. നീ കാത്തിരുന്നു ഈ ചെകുത്താൻ്റെ പ്രണയം ഏറ്റുവാങ്ങാൻ. നീ ഇത് തന്നെ താങ്ങിയില്ല. അപ്പോൾ പിന്നെ എന്നെ മൊത്തമായും നിനക്ക് താങ്ങുവോ? ഏതായാലും അത് വൈകാതെ നടക്കും. വെയിറ്റ്, ഓക്കെ? അവളോട് അതും പറഞ്ഞ് റാം നേരത്തെ കൊടുന്ന കോഫി എടുത്ത് താഴേക്ക് പോയി. കോഫീനി ചൂടാക്കണം. അതുമോർത്ത് അവൻ കിച്ചണിലേക്ക് നടന്നു. എന്നാൽ ബാത്റൂമിൽ നിന്ന് അവൻ്റെ വാക്കുകൾ കേട്ട പ്രിയ ഒന്ന് പൂത്തുലഞ്ഞു. മനസ്സിൽ പേടിയുണ്ടെങ്കിലും നേരത്തെ അവൻ്റെ പ്രണയ വീഴ്ചയിൽ സംഭവിച്ച അവൻ്റെ പല്ലുകളുടെ പാടുകൾ അവളിൽ നാണം നിറച്ചു. മാറിലെ കല്ലച്ച് നിൽക്കുന്ന പാടിൽ അവൾ ഒന്ന് വിരൽ കൊണ്ട് തൊട്ടു. ആ നിമിഷം അവൾ പോലും അറിയാതെ അവളിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ആദ്യമായി അവൻ്റെ ആദരങ്ങൾ തൻ്റെ മാറിനെ നുണഞ്ഞു തോർത്തതും അവൾ ഒന്ന് ചുവന്നു തൊടുത്തു. ആ പുഞ്ചിരിയോടെ ഷവർ ഓൺ ചെയ്തു. ഒരു സുഖമുള്ള നീറ്റൽ അവൾക്ക് ആ നിമിഷം അനുഭവപ്പെട്ടിരുന്നു. താഴേക്ക് പോയ റാമിലും ഇതുതന്നെയായിരുന്നു ചിന്ത. അവളുടെ ശരീരത്തിൻ്റെ സോഫ്റ്റാണ് അവളിലേക്ക് എന്നെ അടുപ്പിക്കുന്നത്. പെണ്ണിൻ്റെ കണ്ണും ചുണ്ടും ഓർക്കാൻ കൂടെ വയ്യ. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തു നിന്നു? കഴിഞ്ഞുപോയ സമയം നടന്നത് അവൻ്റെ മനസ്സിലൂടെ ഒരു ചിത്രം പോലെ മിന്നിമാഞ്ഞു. അത് അവനിൽ കുളിർമയേകി. അവൻ കോഫി ചൂടാക്കി ഹാളിൽ വന്നിരുന്നതും ആ സമയം തന്നെ പ്രിയ ഡ്രസ്സ് മാറ്റി താഴേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. റാം എല്ലാം മറന്ന് നോക്കി നിന്നു. കാരണം ആ സാരിയിൽ ഒരു ദേവിയെ പോലെ തോന്നി റാമിന്. ചുവന്ന സിമ്പിൾ ഡിസൈനുള്ള സാരിയായിരുന്നു. പ്രിയ അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവനിൽ നിന്നും നോട്ടം മാറ്റി. അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അവൾ താഴേക്ക് എത്തിയതും കോളിംഗ് ബെൽ അമർന്നതും ഒരുമിച്ചായിരുന്നു. ബെല്ലിൻ്റെ സൗണ്ടാണ് റാമിനെ അവളിൽ നിന്നും നോട്ടം മാറ്റാൻ കാരണമാക്കിയത്. അവൻ ഞെട്ടിക്കൊണ്ട് അവിടേക്കൊന്ന് നോക്കി. എന്നിട്ട് സോഫയിൽ നിന്നും എണീറ്റ് ഡോറ് തുറക്കാൻ പോയി. ആ നിമിഷം പ്രിയ നെഞ്ചിൽ കൈവച്ചു നിന്നു. അത്രയ്ക്ക് അവൻ്റെ നോട്ടം അവളിൽ മാറ്റം വരുത്തിയിരുന്നു. റാം ചെന്ന് വാതിൽ തുറന്നതും പ്രിയയും ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. ആരാണ് എന്നറിയാൻ അവളിലും ആകാംക്ഷ നിറഞ്ഞു. എന്നാൽ അകത്തേക്ക് വരുന്നവരെ കണ്ട് പ്രിയ തറഞ്ഞു നിന്നുപോയി. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു. പുറകിലെ ആളെ കണ്ട് സന്തോഷവും ഭയവും സങ്കടവും ഒരുമിച്ചായിരുന്നു അവൾക്ക് ഫീൽ ചെയ്തത്. എന്നാൽ റാമിൻ്റെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്.